ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണ്. മറ്റൊരു എളുപ്പമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീറ്റ് ഫ്ലോർ യൂസ് ചെയ്ത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഈ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ എങ്ങനെ എളുപ്പം കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. 4 കപ്പ് വീറ്റ് ഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആട്ടമാവ്, ആട്ടപ്പൊടി. അതിനകത്തോട്ട് 4 കപ്പ് നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിനകത്തോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാഡിൽ ബ്ലേഡില്ലേ, ആ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. പാഡിൽ ബ്ലേഡ് യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ്. ഞാനിവിടെ ഒരു 1/4 സോൾട്ടാണ്, 1/4 ടീസ്പൂൺ ഓഫ് സോൾട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 2 കപ്പ് ചെറുതായിട്ടൊരു ഇച്ചിരി താഴെ lukewarm വാട്ടർ എടുക്കുക. എല്ലാ വെള്ളം കൂടി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മാവ് ഇങ്ങനെ ഉരുണ്ട് തുടങ്ങും, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മാവ് ഉരുണ്ട് വരുമ്പം നമുക്കൊരു സ്റ്റേജ് വരും. ഈ മാവ് ഇതിൽ നിന്ന് വിട്ട് കുഴഞ്ഞൊരു രൂപത്തിൽ കിട്ടും. ഇങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ വരുമ്പം നമ്മൾ ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഹുക്കൊന്ന് മാറ്റുക. ക്യാപ്റ്റൻ ഹുക്ക് ബ്ലേഡ് എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ഈ പൈററ്റിൻ്റെ ഒക്കെ ഷേപ്പ് പോലെയല്ല ഇതിരിക്കുന്നത്. അപ്പോൾ ആ ബ്ലേഡ് ഇട്ടൊന്ന് നല്ലതായിട്ട് ഡൗ കുഴച്ചെടുക്കാം. ഇത് ഡൗ നീഡ് ചെയ്യാനും ഡൗ സോഫ്റ്റ് ആവാനുമാണ് ഈ ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലതായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് കുഴച്ചാൽ മതിയായിരിക്കും. ഞാനൊരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തിക്ക് പൊതുവേ നെയ്യാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, കൊളസ്ട്രോളൊക്കെ ഉള്ള ഇച്ചിരി ഓയിലും കൂടി ഇട്ട് കൊടുത്താൽ കറക്റ്റായിരിക്കും. ഇത് ഇപ്പോഴാണ് ഓയിൽ ചേർക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ഉണ്ടോ, അത് ഞാനൊരു അരമണിക്കൂർ അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റാണ്. നമ്മൾ തൊട്ട് വെക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞ് പോലെ ഇരിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ ആണ്. അരമണിക്കൂർ അടച്ച് വെച്ചിട്ട് പിന്നെ ചപ്പാത്തി നമ്മൾ എങ്ങനെയാണോ സാധാരണ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കും. ആദ്യം ചപ്പാത്തി പൊടി മുക്കി 2 സൈഡിലും പൊടി മുക്കി പരത്തിയെടുക്കും. നല്ല ചൂടായ തവയിലോട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് കളർ മാറുമ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ചൊക്കെ ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സ്ലൈഡ് ഫ്ലിപ്പ് ചെയ്ത് ബിഗ് ബബിൾസ് വരാൻ തുടങ്ങും. ബിഗ് ബബിൾസ് വരുമ്പോഴത്തേന് നമ്മളതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അതൊന്ന് ചെറുതായിട്ടിങ്ങനെ ഫുൽക്ക പോലെ ആകുമ്പോൾ വീണ്ടും ഫ്ലിപ്പ് ചെയ്യുക അപ്പുറത്തെ സൈഡിലോട്ട്. അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് റെഡിയാവും. അത് റെഡിയായിട്ട് ഇച്ചിരി എണ്ണ ചേർത്ത് അല്ലെങ്കിൽ ഇച്ചിരി നെയ്യ് ചേർത്ത് പിള്ളേർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ വളരെ സോഫ്റ്റ് ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചപ്പാത്തി കുഴയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല അത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. കുഴയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് കണ്ടുപിടിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ച് കാണാം. ബൈ, ടേക്ക് കെയർ.